ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പല ലൂക്കറിൻ്റെ പല പ്രൊഡക്ട്സുകളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് പാനൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ നമുക്ക് ഐസൊലേറ്റർ, ELCB, അതുപോലെ തന്നെ RCCB, MCBകൾ ഇതൊക്കെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ലൂക്കറിൻ്റെ തന്നെ വന്നിരിക്കുന്ന ഐസൊലേറ്ററും MCB ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങൾ, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 430 രൂപയാണ് വരുന്നത്. ഐസൊലേറ്ററാണ് വരുന്നത്. സിംഗിൾ പോൾ, ഡബിൾ പോൾ ഐസൊലേറ്റർ 40 ആംസ് ആണ് വരുന്നത്. ഇതാണ് ഈ പറയുന്ന ലൂക്കറിൻ്റെ 40 ആംപിയറിൻ്റെ വരുന്ന ഐസൊലേറ്റർ വരുന്നത്. ഐസൊലേറ്ററിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചാനൽ, അതായത് നമ്മുടെ DBയിൽ വരുന്ന ചാനലിൽ ഉറപ്പിക്കുന്നതിനുള്ള ബാക്ക് സൈഡ് വരുന്ന അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ടു. ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ലോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ കമ്പനികളെല്ലാം കൊടുത്തിരിക്കുന്ന സെയിം ലോക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൂക്കറിൻ്റെ പ്രോഡക്ട്സുകളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹൈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളിലൊന്നാണ്. 40 ആംപിയറാണ് ഈ കാണുന്ന ഐസൊലേറ്റർ വരുന്നത്. ഇനി അതിൻ്റെ തന്നെ RCCB വരുന്നുണ്ട്, ഐസൊലേറ്ററുകൾ തന്നെ വരുന്നുണ്ട്, MCBകൾ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ആണ് വരുന്നത്. ജസ്റ്റ് മുകളിലേക്ക് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൺ പൊസിഷനായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഐസൊലേറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതായത് ഒരിക്കലും ട്രിപ്പിംഗ് ലെവലിലല്ല, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ട്രിപ്പ് ആവുന്ന ലെവലിലല്ല. അത് ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ്. പണ്ടത്തെ മെയിൻ സ്വിച്ചിനും പകരമായിട്ട് ഉപയോഗിക്കുന്ന ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ്. ഇതാണ് MCB വരുന്നത്. 16 ആംസിൻ്റെ MCB വരുന്നത്. അതായത് 16 ആംസിൻ്റെ MCBകൾ ഓൺ ഓഫ് ബട്ടണാണ് ഈ കാണുന്നത്. ഇത് വരുന്നത് ഷോർട്ട് സർക്യൂട്ട്, അതുപോലെ തന്നെ ബ്രേക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഷോർട്ട് സർക്യൂട്ട്, അതിന് ചെറിയ എർത്തിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് MCB ട്രിപ്പ് ആവും. ഹൈ ലോഡ് വരുന്ന സമയത്ത് MCB ട്രിപ്പ് ആവും. ഇത് നമുക്ക് ട്രിപ്പ് ആവും, പക്ഷേ ഐസൊലേറ്റർ ട്രിപ്പ് ആവില്ല എന്ന് കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ RCCB, അതുപോലെ തന്നെ എർത്ത് ലീക്കേജ് കറണ്ടിലാണ് RCCB ട്രിപ്പ് ആവുന്നത്. ഇത് 10 ആംസിൻ്റെ, 16 ആംസിൻ്റെ, അതുപോലെ തന്നെ 6 ആംസിൻ്റെ വരാറുണ്ട്. 6 ആംസ്, 10 ആംസ്, അതുപോലെ തന്നെ 16 ആംസ്, പിന്നെ 20 ആംസ്, 25 ആംസ്. ഇതിൻ്റെ നമ്മൾ ഏത് വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സർക്യൂട്ടിൻ്റെ ലോഡിനനുസരിച്ചിട്ടുള്ള MCBകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, MCB, ഇതാണ് MCB വരുന്നത്. തൊട്ടുപുറത്ത് കാണുന്ന ഐസൊലേറ്റർ വരുന്നത്. അപ്പോൾ ഈ MCB എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ലോഡാണ് വരുന്നത് ആ ലോഡിനേക്കാൾ, അതായത് ഇപ്പോൾ 16C എന്ന് പറഞ്ഞാൽ 16 ആംപിയറാണ്. 16 ആംപിയറേക്കാൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് MCB ട്രിപ്പ് ആവും. പക്ഷേ ഐസൊലേറ്റർ ട്രിപ്പ് ആവില്ല. ഐസൊലേറ്റർ ജസ്റ്റ് അതിനേക്കാൾ ആംപിയർ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റർ കത്തി പോവുകയാണ് ചെയ്യുന്നത്. അതായത് 40 ആംപിയറിന് മുകളിലേക്ക് വരുമ്പോൾ അത് ഐസൊലേറ്റർ കത്തി പോകും. അപ്പോൾ ഐസൊലേറ്റർ എന്ന് ഉദ്ദേശിച്ച് ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് മാത്രമേ ഉള്ളൂ. RCCB എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, RCCB അല്ല ELCB എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് കറണ്ട്, അത് ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. MCB ഒരു ഹൈ ആംപിയറിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ആവും. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് വന്നാലും ട്രിപ്പ് ആവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ട്രിപ്പിങ് നമുക്ക് പെട്ടെന്ന് ഏതിൻ്റെയാണ് കാരണം എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ MCB ആണോ അല്ലെങ്കിൽ RCCB ആണോ ഏതാണോ ട്രിപ്പ് ആവുന്ന അതിനനുസരിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയാലും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലിലൂടെയും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.